ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഡിമെയ്ഡ് കുർത്തിയുടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളിവിടെ റെഡിമെയ്ഡ് കുർത്തിയുടെ സൈസ് ചാർട്ടും പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് കൊടുക്കുന്ന XL XX അങ്ങനെ ടാഗ് കൊടുക്കുമല്ലോ, അതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുർത്തി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കുർത്തിയിൽ വരുന്ന മെഷർമെൻറ്റ്സ് എല്ലാം എഴുതി ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എല്ലാ അളവുകളും നമ്മൾ ഇഞ്ചിലാണ് പറയുന്നത്. നമ്മുടെ ടേപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ ഇഞ്ചും സെൻറ്റിമീറ്ററും ഉണ്ട്. ഞാനിവിടെ എല്ലാം ചെസ്റ്റ് വേസ്റ്റ് അങ്ങനെ എല്ലാ അളവുകളും ഇഞ്ചിലാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ കുർത്തി കട്ട് ചെയ്യാനായിട്ട് എല്ലാ അളവുകളും ഇഞ്ചിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ റെഡിമെയ്ഡ് കുർത്തി അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഏത് ബ്രാൻഡിൻ്റെ നെയിമും കാര്യങ്ങളും എല്ലാം കാണും, ടാഗ് കൂട്ട്. അത് തുടക്കക്കാർക്ക് അങ്ങനെ ചെയ്ത് പൈസ മുടക്കാനില്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെ ഏത് സൈസാണെന്നുള്ള ഇങ്ങനെ വാങ്ങാനായിട്ട് റോള് ടൈപ്പ് വാങ്ങാനായിട്ട് കിട്ടും. ഇവിടെ ഞാൻ ലാർജും XLും XXL ആണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഓൺലൈനിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. ഞാനിത് സ്റ്റിച്ചിങ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിൽ നിന്നുമാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നമുക്ക് നൈറ്റിയുടെ ബാക്കിലെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്ത് റെഡിമെയ്ഡ് നൈറ്റി പോലെയും റെഡിമെയ്ഡ് കുർത്തി പോലെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുള്ളത് ഇത് ലാർജ്, ഇത് XL, ഇത് XXL ആണ്. വലിയ വിലയൊന്നും വരുന്നില്ല. കറക്റ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ റോളായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. ഇത് കട്ട് ചെയ്താണ് നമ്മൾ ബാക്ക് നെക്കിൽ വെച്ച് കൊടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സൈസ് ചാർട്ട് നോക്കാം. ഇവിടെ ഞാൻ എക്സ്ട്രാ സ്മോൾ മുതൽ 5XL വരെയുള്ള അളവിലുള്ള കുർത്തിയുടെ സൈസ് ചാർട്ടാണ് എഴുതി തയ്യാറാക്കിയേക്കുന്നത്. എക്സ്ട്രാ സ്മോൾ മുതൽ 5XL വരെ. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫോട്ടോ കൊടുത്തേക്കാം, വേണ്ടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ അളവുകളും നോക്കാം. ഇവിടെ ഞാൻ എന്തൊക്കെ അളവുകളാണ് കൊടുത്തേക്കുന്നതെന്ന് നോക്കാം. ചെസ്റ്റിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്, വേസ്റ്റ്, ഹിപ്പ്, സ്ലിറ്റ് ലെങ്ത്, ഫുൾ ലെങ്ത്, ഷോൾഡർ, നെക്ക് വിഡ്ത്ത്, നെക്ക് ലെങ്ത്, സ്ലീവ് ലെങ്ത്. ഒരു കുർത്തി കട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ അളവുകളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അളവുകളും നോക്കാം. ഇവിടെ എക്സ്ട്രാ സ്മോൾ തൊട്ട് 5XL വരെയുള്ള അളവിലുള്ള സൈസ് ചാർട്ടാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. എക്സ്ട്രാ സ്മോളിലുള്ള ചെസ്റ്റ് റൗണ്ട് വരുന്നത് 34, വേസ്റ്റ് 32, ഹിപ്പ് 40, സ്ലിറ്റ് ലെങ്ത് 18, ഫുൾ ലെങ്ത് 44, ഷോൾഡർ 13.5, നെക്ക് വിഡ്ത്ത് 5, നെക്ക് ലെങ്ത് ഫ്രണ്ട് നെക്ക് ലെങ്താണ് 5 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 16 ഇഞ്ച്. നമ്മൾ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഇതിൻ്റെ എല്ലാം 4/1 കണ്ട് ആണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഫുൾ റൗണ്ടാണ്. ഇതിൻ്റെ എല്ലാം 4/1 നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്ലിറ്റ് ലെങ്ത് 18 ഇഞ്ച്. പിന്നെ വേസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്നുള്ളത്, ചെസ്റ്റും സ്ലിറ്റ് ലെങ്തും ഉണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡർ, ഇവിടെ എല്ലാം നമ്മൾ ഫുൾ ഷോൾഡറാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ പകുതിയാണ് തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്തും ഫുൾ നെക്ക് വിഡ്ത്താണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പകുതിയാണ് തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫ്രണ്ട് നെക്ക് ലെങ്താണ്. ബാക്ക് നെക്ക് ലെങ്ത് നമ്മൾ 3 ഇഞ്ച് 3.5 ഇഞ്ചൊക്കെയാണ് റെഡിമെയ്ഡ് കുർത്തിക്ക് കൊടുക്കുന്നത്. അടുത്ത സ്മോൾ സൈസിൻ്റെ ചെസ്റ്റ് വരുന്നത് 36, വേസ്റ്റ് വരുന്നത് 34. ചെസ്റ്റിൽ നിന്ന് 2 ഇഞ്ച് കുറവാണ് വേസ്റ്റിന് വരുന്നത്. അടുത്തത് ഹിപ്പ് 42, സ്ലിറ്റ് ലെങ്ത് 18, ഫുൾ ലെങ്ത് 44, ഷോൾഡർ 14. ഇതിൻ്റെ പകുതിയാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 5 ഇഞ്ച്, നെക്ക് ലെങ്ത് ഫ്രണ്ട് നെക്ക് ലെങ്താണ് 5.5 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 16 ഇഞ്ച്. അടുത്ത ഇനി മീഡിയം സൈസിൻ്റെ ആണ് നോക്കുന്നത്. ചെസ്റ്റ് 38, വേസ്റ്റ് 36. ഇതിൽ നിന്ന് 2 ഇഞ്ച് കുറവാണ് വേസ്റ്റിന് വരുന്നത്. അടുത്ത ഹിപ്പ് വരുന്നത് 44, സ്ലിറ്റ് ലെങ്ത് 19, ഫുൾ ലെങ്ത് 44, ഷോൾഡർ 14.5, നെക്ക് വിഡ്ത്ത് 5.5,
ഫ്രണ്ട് നെക്ക് ലെങ്ത് 5.5, സ്ലീവ് ലെങ്ത് 16. അടുത്ത ഇനി നമ്മൾ ലാർജ് സൈസിൻ്റെ ആണ് നോക്കുന്നത്. ചെസ്റ്റ് വരുന്ന 40, വേസ്റ്റ് 38, ഹിപ്പും 46, സ്ലിറ്റ് ലെങ്ത് 19, ഫുൾ ലെങ്ത് 44, ഷോൾഡർ 15, നെക്ക് വിട്ട് 5.5, നെക്ക് ലെങ്ത് 6, സ്ലീവ് ലെങ്ത് 16. അടുത്ത എക്സൽ സൈസാണ്. എക്സൽ സൈസിൻ്റെ ചെസ്റ്റ് വരുന്ന 42, വേസ്റ്റ് വരുന്ന 40, ഹിപ്പ് വരുന്ന 48, സ്ലിറ്റ് ലെങ്ത് വരുന്ന 20, ഫുൾ ലെങ്ത് 45, ഷോൾഡർ 15.5, നെക്ക് വിട്ട് 6 ഇഞ്ച്, നെക്ക് വിട്ട് 6 ഇഞ്ച്, നെക്ക് ലെങ്ത് 6 ഇഞ്ച്. ഇത് ഫുൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്താണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. സ്ലീവ് ലെങ്ത് 17 ഇഞ്ച്. റെഡിമെയ്ഡ് കുർത്തി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കുറച്ച് ലൂസായിരിക്കും. എപ്പോഴും നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇപ്പം നമ്മൾ എക്സൽ പറഞ്ഞു. ഇനി ഡബിൾ എക്സലിൻ്റെ ചെസ്റ്റ് വരുന്ന 44, വേസ്റ്റ് വരുന്ന 42, ഹിപ്പ് 50, സ്ലിറ്റ് ലെങ്ത് 20, ഫുൾ ലെങ്ത് 45, ഷോൾഡർ 16, നെക്ക് വിട്ട് 6 ഇഞ്ച്, നെക്ക് ലെങ്ത് 6 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 17 ഇഞ്ച്. അടുത്ത് ട്രിപ്പിൾ എക്സൽ സൈസിൻ്റെ ചെസ്റ്റ് 46, വേസ്റ്റ് 44, ഹിപ്പ് 52, സ്ലിറ്റ് ലെങ്ത് 21, ഫുൾ ലെങ്ത് 45, ഷോൾഡർ 16.5 ഇഞ്ച്, നെക്ക് വിട്ട് 6.5 ഇഞ്ച്, നെക്ക് ലെങ്ത് 6 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 17 ഇഞ്ച്. 3/4 സ്ലീവിൻ്റെ ലെങ്താണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അടുത്ത 4XL ആണ്. 4XLൻ്റെ ചെസ്റ്റ് 48, വേസ്റ്റ് 46, ഹിപ്പ് 54, സ്ലിറ്റ് 21, ഫുൾ ലെങ്ത് 46 ഇഞ്ച്, ഷോൾഡർ 17 ഇഞ്ച്, നെക്ക് വിട്ട് 6.5 ഇഞ്ച്, നെക്ക് ലെങ്ത് 6 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 18 ഇഞ്ച്. അടുത്തത് 5XL ആണ്. 5XLൻ്റെ ചെസ്റ്റ് വരുന്ന 50, വേസ്റ്റ് 48, ഹിപ്പ് വരുന്ന 56, സ്ലിറ്റ് ലെങ്ത് 22, ഫുൾ ലെങ്ത് 46, ഷോൾഡർ 17.5 ഇഞ്ച്, നെക്ക് വിട്ട് 7 ഇഞ്ച്, നെക്ക് ലെങ്ത് 6.5 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 18 ഇഞ്ച്. ഇവിടെ നമ്മൾ എല്ലാ ഫുൾ ചെസ്റ്റും വേസ്റ്റും ഹിപ്പ് റൗണ്ട് എല്ലാം ഫുൾ റൗണ്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ 4/1 നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ നമ്മളിവിടെ ഫുൾ ഷോൾഡറാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഹാഫാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വിട്ടും ഫുൾ നെക്ക് വിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. തുണി മടക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഇതിൻ്റെ പകുതിയാണ് ഇവിടെ കൊടുത്തേക്കുന്ന ഫ്രണ്ട് നെക്ക് ലെങ്ത് ആണ്. ഇത്രയും അളവുകളാണ് കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. റെഡിമെയ്ഡ് കുർത്തിയുടെ സൈസ് ചാർട്ട് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.